ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതിയുടെ അശ്വിൻ്റെ നാളത്തെ കഥാവിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ അശ്വിനാണെന്ന് ശ്രുതിനെ പുറത്താക്കി ബാൽക്കണിയിലാക്കിയിട്ട് അശ്വിൻ സുഖമായിട്ട് കട്ടിലിൽ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ രാവിലെ ഇപ്പോൾ അഞ്ജലി ഡോറിൽ മുട്ടുന്നുണ്ട്. അപ്പോഴാണ് അശ്വിൻ എണീക്കുക. അപ്പോൾ അശ്വിൻ പെട്ടെന്ന് ഞെട്ടി എണീക്കുകയാണ് ചെയ്യുക. അശ്വിൻ എണീക്കുമ്പോൾ അഞ്ജലി ആണെന്ന് പുറത്ത് ചായയൊക്കെ ആയിട്ടാണ് വന്ന് മുട്ടുന്നത്. അപ്പോൾ അപ്പോഴാണ് മനസ്സിലാവുക ശ്രുതി ആണെന്ന് പുറത്താണല്ലോ കിടക്കുന്നതെന്ന്. അപ്പോൾ വേഗം പോയിട്ട് ശ്രുതിനെ എടുത്തിട്ട് അകത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അകത്തേക്ക് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് ഇവൾ എണീക്കും. ബെഡിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും ശ്രുതി എണീച്ചിട്ട് ബഹളം വെക്കാൻ തുടങ്ങും. അപ്പോൾ അശ്വിൻ പറയും, ഒന്ന് മിണ്ടാണ്ടിരിക്കും പറയും, ചേച്ചിയുണ്ട് പുറത്തെന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, അതിനെന്തിനാണ് നിങ്ങളിങ്ങനെ പേടിക്കുന്നത്, അറിയട്ടെ, എല്ലാവരും എല്ലാം അറിയട്ടെ, നിങ്ങളുടെ സ്വഭാവമൊക്കെ എല്ലാവരും ചേച്ചിയൊക്കെ അറിയട്ടെ എന്ന് പറയുമ്പോൾ, നീ മിണ്ടാണ്ടിരുന്നു, നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ എല്ലാവരുടെ മുന്നിൽ നമ്മൾ നല്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ടിരിക്കണം എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ ശ്രുതിയോട് ദേഷ്യപ്പെടും. അപ്പോൾ കൂടെ മനോരമ ഉണ്ടായിരുന്നു. അപ്പോൾ അശ്വിൻ പെട്ടെന്ന് പോയി വാതിൽ തുറന്നിട്ട് അവിടെ അഞ്ജലിയും മനോരമയുണ്ട്. അഞ്ജലി കോഫി കൊടുത്ത് അശ്വിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, വേഗം കോഫിയൊക്കെ കുടിച്ചിട്ട് റെഡിയായിട്ട് എല്ലാവരും രണ്ടുപേരും താഴത്തേക്ക് വായോ, താഴെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അശ്വിൻ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അശ്വിനോട് അഞ്ജലി പറയുന്നുണ്ട്, ശ്രുതിക്ക് ആ വള കൊടുക്കും, നീ അമ്മയുടെ ആ വളയെ കിട്ടിയിട്ട് വേണം ശ്രുതി വരാൻ പറയാണ് ശ്രുതിയോട്. അപ്പോൾ ശ്രുതി ആ തലയാട്ടും. എന്നിട്ട് അഞ്ജലി പോകുമ്പോഴാണ് മനോരമ ബാൽക്കണിക്ക് ശ്രദ്ധിക്കുക. ബാൽക്കണീൻ്റെ അപ്പോൾ ഒരു പുതപ്പും ഒരു തലയണയൊക്കെ കിടക്കുന്നത് മനോരമ ശ്രദ്ധിച്ചു. അപ്പോൾ മനോരമയ്ക്ക് മനസ്സിലായി, ഒന്നെങ്കിൽ ശ്രുതി അല്ലെങ്കിൽ അശ്വിൻ, ആരോ ഒരാൾ പുറത്താണ് കിടന്നിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ സത്യങ്ങളൊക്കെ കുറച്ചൊക്കെ മനോരമയ്ക്ക് മനസ്സിലായി. അത് മനോരമയ്ക്ക് മനസ്സിലായി എന്നുള്ള കാര്യം അശ്വിനും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ വരുന്ന എപ്പിസോഡ്സിലൊക്കെ മനോരമയുള്ള സമയത്തൊക്കെ അശ്വിൻ കൂടുതൽ ശ്രുതിയോട് റൊമാൻറ്റിക്കായിട്ട് പെരുമാറുന്ന സീൻസൊക്കെ വരുന്നുണ്ട്. അങ്ങനെ താഴെ പൂജയ്ക്കൊക്കെ ആയിട്ട് ഇവർ വരുമ്പോൾ മനോരമ ഇവരെ ശ്രദ്ധിക്കുന്ന ഒരു സമയത്ത്, ഇവർ രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുന്ന ഒരു സമയത്ത് മനോരമ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അശ്വിൻ ശ്രുതിയോട് കവിളത്തൊക്കെ തൊട്ട് നല്ല റൊമാൻറ്റിക്കായിട്ട് ശ്രുതിക്കൊരു കവിളത്തൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് മനോരമ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് ചെയ്യുക. അപ്പോൾ ശ്രുതി ആകെ അന്തം വിടും. എന്നിട്ട് മനോരമാൻ്റെ പോയതിന് ശേഷം അശ്വിൻ പറയുന്നുണ്ട്, മനോരമാൻ്റെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്, അല്ലാതെ നീ വേറെ ഒന്നും വിചാരിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് റൊമാൻറ്റിക് സീൻസൊക്കെ വരുന്നുണ്ട് നാളത്തെ എപ്പിസോഡ്സിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു, ഗുഡ് നൈറ്റ്.